ഹലോ ഗൈസ്, ഇന്നൊരു മെലസ്റ്റോമ പ്രൊപ്പഗേഷൻ ആണ് കേട്ടോ. ഇത് എൻ്റെ വീട്ടിലുള്ള മെലസ്റ്റോമയാണ്. ഇത് ഞങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതിന് മുന്നേ ഞങ്ങൾക്ക് ഒരു മെലസ്റ്റോമ ഉണ്ടായി, പക്ഷെ അത് ഉണങ്ങിപ്പോയി. അത് ഞങ്ങൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായതാണ്. അതിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതിലെ ഫ്ലവറിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് വിടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചസും പെട്ടെന്ന് വരും. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മുട്ടുകൾ പോകാണ്ടൊക്കെ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് പ്രൊപ്പഗേഷനിലേക്ക് പോവാം. ആദ്യം ഞാൻ ഇതുപോലത്തെ തളിർത്ത അതിൻ്റെ കമ്പുകൾ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കത്രിക കൊണ്ടൊക്കെ പൊട്ടിക്കാൻ ശ്രമിക്കുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത് നേരെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഞാൻ ആദ്യം ഒരു ചട്ടിയിലേക്ക് കുറച്ച് കല്ലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ചട്ടി നിറയെ മണ്ണും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആ മണ്ണിലുള്ള ചെറിയ ചെറിയ കല്ലുകളൊക്കെ പൊടിച്ചു കൊടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണ് വേണം. ഇതെൻ്റെ വീട്ടിലെ പൂച്ചയാണേ. ഇനി ആ മണ്ണിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളത്തിൽ നമുക്കൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ആ ഹോളിൽ മണ്ണിൽ തട്ടാണ്ട് വേണം നമ്മളിത് കുത്തി ഇറക്കി കൊടുക്കാൻ. അപ്പോൾ അതിനാണ് വലിയ ഹോൾ ഇട്ട് കൊടുക്കണേ. ഇത് ഒരു അലോവേറ ജെല്ല് പൊട്ടിക്കുക. ഒരു ചെറിയ പീസ് മതി കേട്ടോ, അതിൻ്റെ ജെല്ല് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് ഈ നമ്മൾ പൊട്ടിച്ച് വെച്ച തണ്ട് ഇതിലേക്ക് കുത്തി ഇറക്കിയിട്ട് ഈ തണ്ടിൻ്റെ അറ്റത്ത് ഫുള്ള് ഈ അലോവേറ ജെല്ല് ആക്കി കൊടുക്കുക. കാരണം ഇതിൻ്റെ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ആ തണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി പോവും. അതിനാണ് നമ്മൾ ഈ അലോവേറ ജെല്ല് തേച്ച് കൊടുക്കണേ. ഇതുപോലെ ആക്കിയിട്ട് നമുക്കിത് നല്ലോണം ആക്കി കൊടുക്കാം കേട്ടോ. 2 തണ്ട് ഒരുമിച്ചാണ് ഞാൻ വെക്കണത്. എന്നിട്ട് നമ്മൾ ഈ അലോവേറ ജെല്ല് പോവാണ്ട് തന്നെ അതിലേക്ക് ആ കുഴിയിലേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് പതിയെ ശ്രദ്ധിച്ച് വേണം കേട്ടോ നമ്മളിത് ഒന്ന് അമർത്തി കൊടുക്കാൻ. ഇത് നമുക്കൊന്ന് അമർത്തി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേ കുറച്ചുകൂടെ മണ്ണ്, ഇപ്പോൾ നല്ല നനഞ്ഞിരിക്കുന്ന മണ്ണായതുകൊണ്ട് കുറച്ചുകൂടെ മണ്ണ് അതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് ഷെയ്ഡിൽ വേണം വെക്കാൻ. പിന്നെ നമ്മളത് ഇതുപോലത്തെ ഒരു അമ്പേഴ്സ കവർ എടുത്തിട്ട് ഇതിനെ ഒന്ന് കെട്ടി വെക്കണം. ഇങ്ങനത്തെ കവർ അല്ലെങ്കിൽ കുറച്ച് കട്ടി കുറഞ്ഞ കവർ വേണം കേട്ടോ. എന്നിട്ട് ആ കവറിട്ട് നമുക്കൊന്ന് ടൈറ്റായി കെട്ടി കൊടുക്കാം. ഇത് ട്രാൻസ്പിറേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കെട്ടി കൊടുക്കണേ. നമുക്ക് കെട്ടി കൊടുത്തിട്ട് ഇതൊരു ഷെയ്ഡിലേക്ക് എടുത്ത് വെക്കാം.